താങ്ക് യു അമ്മേ. താങ്ക് യു പറയേണ്ടത് എന്നോടല്ല, ദേ ഇവനോടാ. അല്ല, ക്ലാരമേട്ടത്തെ കണ്ടില്ലല്ലോ. ക്ലാരമ്മ മാർക്കറ്റിൽ പോയിരിക്കുക. പൂജമോളുടെ പിറന്നാൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ പരിപാടികളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോ ഈ വീട്ടില് ഞാനൊഴികെ എല്ലാവർക്കും അറിയായിരുന്നു ഇന്ന് എന്റെ പിറന്നാളാണെന്ന്. അതേന്നേ, മോളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു. പിന്നെ ഇവൻ പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും അത് സർപ്രൈസ് ആക്കി വെച്ചത്. മോക്ക് സന്തോഷായില്ലേ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാനേ അടുക്കളയിൽ എന്തായാലും നോക്കിയിട്ട് വരാം. എന്നാലും ആദി, ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടോ. എന്റെ ജീവിതകാലത്ത് ഇങ്ങനൊരു പിറന്നാൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, എന്റെ പിറന്നാള് ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ ആദ്യം ഓർത്തു വെച്ചു? അതെല്ലാം ഞാൻ അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കിയതാ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും, ഇനി കുറച്ച് ജോലിയുണ്ട്. എന്താ പിറന്നാൾ സദ്യ ഇന്ന് ആദ്യമാണോ ഏറ്റെടുക്കുന്നത്? അല്ല, ഇന്ന് അടുക്കള ഹൗസ്ഫുള്ളാ. എനിക്കൊന്നും യാതൊരു രക്ഷയില്ല. ശരി. അമ്മ പറഞ്ഞ് കണ്ണു വെക്കാന്ന് തോന്നരുത്. പറയാതിരിക്കാൻ വയ്യാത്തോണ്ട് പറയാ. മനസ്സിൽ സന്തോഷം തിങ്ങിയിട്ട് വയ്യാത്തോണ്ട് പറയാ. ആദ്യ പോലൊരു പയ്യനെ മരുമകനായി കിട്ടാൻ ഞാൻ എന്ത് പുണ്യ മോളെ ചെയ്തത്. അവൻ അവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാ മോളെ. ഇന്നീ പിറന്നാൾ ഒരുക്കാൻ അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നോ. അതും നിനക്ക് സർപ്രൈസ് തരാൻ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട്. ഒരാഴ്ച മുൻപേ എന്നെ വിളിച്ചു പറഞ്ഞു കാലത്ത് പായസം ഉണ്ടാക്കാൻ ഇങ്ങ് എത്തണോന്ന്. ആ നേരത്ത് നിന്നെയും കൊണ്ട് അവൻ അമ്പലത്തിൽ പൊയ്ക്കോളാന്ന്. ഇത് മാത്രമല്ല, ഇന്നത്തെ ഫുൾ ചാർട്ടും അവൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ ലോകം നീ മാത്ര. അവന്റെ ഓരോ ശ്വാസത്തിലും നീയുണ്ട്. പായസത്തിൽ കഴിയില്ല ആഘോഷങ്ങൾ. ദാ ഈ ലഡു കഴിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വന്നോണ്ടിരിക്കും. ഇന്ന് മുഴുവൻ ഈ വീട്ടിലാകെ മധുരമയമായിരിക്കും. ദാ എടുക്ക്. കഴിക്ക്. കഴിച്ചാട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം. ഇന്നലെ രാത്രി ബാലാജിയുടെ കടയിൽ വിളിച്ച് രഹസ്യമായി ഓർഡർ ചെയ്ത് കാലത്ത് നൈസായിട്ട് ഇവിടെ വരുത്തിച്ചതാ. ഇനിയും എന്തൊക്കെയാ അത്ഭുതങ്ങൾ. അത്ഭുതങ്ങളല്ലേ, അത് കാണുമ്പോ കണ്ടാ മതി. ആമി ചേച്ചി അളിയനും വന്നു തോന്നുന്നു. രണ്ടാളും ഇങ്ങ് എത്തിയോ? എന്തായി മുത്തശ്ശി പിറന്നാൾ ആഘോഷങ്ങളൊക്കെ? പായസം റൗണ്ട് കഴിഞ്ഞു. ഇപ്പൊ ലഡു റൗണ്ട് കൊണ്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. ആരുടെ പിറന്നാളാ? അയ്യോ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ന് നമ്മളുടെ പൂജമോളുടെ പിറന്നാളല്ലേ? എന്താ മോളോട് കാര്യങ്ങളൊന്നും പറയാഞ്ഞേ? എന്തിനാ നേരത്തെ തന്നെ അറിയിച്ച് നേരത്തെ തന്നെ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഇവിടെ ഓരോന്ന് കാണാൻ പോവല്ലേ? അല്ല മുത്തശ്ശി, പൂജയുടെ മോന്നില്ലേ? വന്നല്ലോ.
മായയുടെ വകയായിരുന്നു ഇന്ന് പാൽപ്പായസം. അത് ശരി. അപ്പൊ എന്നെ അറിയിക്കാതെ എല്ലാവരും കൂടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുമായിരുന്നല്ലേ? എന്ത് തീവ്രതാമി? ഒരു പിറന്നാൾ ആഘോഷിക്കുന്നത് ഇത്ര വലിയ കുഴപ്പമാണോ? ആ എന്താ ദത്ത, ആകെ ഒരു കലങ്ങിയ അന്തരീക്ഷമാണല്ലോ. ഏയ് ഒന്നുമില്ല മേഡം, ഞങ്ങളെ ഈ പിറന്നാൾ എങ്ങനെ ഗംഭീരാക്കാന്ന് ആലോചിക്കായിരുന്നു. ഇയാളുടെ ഈ മാഡം വിളി ഇതുവരെ മാറിയില്ലല്ലേ? അത് എടോ, കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയില്ലേ? ഇനിയെങ്കിലും തനിക്ക് എന്നെ ചേച്ചിന്ന് വിളിച്ചൂടെ? അത് ഓരോ ശീലങ്ങളല്ലേ മേഡം. പിന്നെ മാഡം ഇനി ആവർത്തിക്കില്ല ചേച്ചി. അമ്മേ, ഉച്ചയ്ക്ക് എന്റെ വക ഒരു കടൽ പ്രഥമൻ കൂടെ വെക്കട്ടെ? നീ വെച്ചോടെ, ആര് പറഞ്ഞു വേണ്ടെന്ന്? നീ ഞെട്ടണ്ട, ഗോമതി കാല് മാറി. ആ അയ്യോ മോളെ, ഞാൻ ഉദ്ദേശിച്ചതേ. നീ ആരെയാ ഗോമതി പേടിക്കുന്നത്? ഇന്ന് ഒരു ദിവസമെങ്കിലും സ്വന്തം കാലേ നിക്കടേ. നോക്കി നിൽക്കാതെ ആമി മോൾക്ക് ലഡു കൊടുക്ക. ആദ്യകൂട്ട ദേ ചേച്ചി, ബാലാജിയുടെ കടയിലെ നല്ല സൂപ്പർ ലഡുവാ. എനിക്കിങ്ങ് വേണ്ട. ആമി അവിടെ നിക്കടി. ആഹാ, അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാ? ആദ്യകൂട്ട കൊടുക്ക്. എടുക്കടി. എടുക്കാൻ. കഴിക്കേ, കഴിക്കടി. അപ്പൊ പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ അവിടെ ഉണ്ടാക്കാം അല്ലേ? അപ്പൊ ഇന്നത്തെ സദ്യ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ അമ്മയൊരു ഓക്കെ പറയടി. ഓക്കെ. ആ അതാണ്. ഹലോ, എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. എന്നാലും എന്തോ ഒന്നുണ്ടല്ലോ. എന്താ, ഇന്നത്തെ ആഘോഷത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു? എന്താ, തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്റെ സർപ്രൈസ് ഒക്കെ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാ അത് തന്നെ ചെറുതാക്കുന്ന പോലെയാവും. അതിന് മുകളില് ഒരു വാക്ക് അന്വേഷിക്കായിരുന്നു ഞാൻ. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന്. ഇതിലും സന്തോഷമുള്ള ദിവസങ്ങൾ തനിക്ക് സമ്മാനിക്കാനാണ് എന്റെ മോഹം. ഒരു ചെറിയ കുറവ് മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. എന്താ? തനിക്ക് ഒരു സമ്മാനം തരാൻ പറ്റിയില്ല. ഈ തിരക്കിനിടയിൽ അത് മാത്രം ഞാൻ വിട്ടു. ഈ തന്നതിനപ്പുറം ഇനി എന്ത് സമ്മാനാടോ താൻ എനിക്ക് തരാനുള്ളത്? എനിക്ക് തന്ന ഈ വലിയ സമ്മാനത്തിന് പകരമായി ഞാനല്ലേ തനിക്ക് അങ്ങോട്ടൊരു സമ്മാനം തരേണ്ടത്?